ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമാണ് കുംഭമേള. ഏകദേശം 40 കോടിയോളം തീർത്ഥാടകരെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അതായത് US-ലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ 45 ദിവസത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്ന് ചുരുക്കം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന കുംഭമേള വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം, വിപുലമായ ഒരുക്കങ്ങൾ, ദർശനിക മാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാനെന്ന മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അത് ഉണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ. ഇതോടെ സൂര്യനും ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തിന്റെ പിന്നാലെ ഓടി. ജയന്ത് 12 ദിവസം ഓടിയെന്നു. അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ത്രയംബകേശ്വർ എന്നീ 4 സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം. അമൃത് ഒഴുകിയെന്ന് വിശ്വസിക്കുന്ന 4 സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ ഗംഗയും, പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും, ഉജ്ജയിനിയിൽ ക്ഷിപ്രയും, നാസിക്, ത്രയംബകേശ്വർ, ഗോദാവരിയുമാണ്. ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം. അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മറ്റൊരു കഥ. അമൃത് എന്നതിന് ജ്ഞാനം എന്നും അർത്ഥം. അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ 12 വർഷം കൂടുമ്പോഴും അതിന്റെ ഒരു അംശം ഭൗമാന്തർ ഭാഗത്തുകൂടി ഈ 4 പുണ്യ സങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരും എന്നാണ് വിശ്വാസം. ഇതേപോലെ അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. എന്തായാലും നദികളിൽ മുങ്ങിക്കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത് ആത്മീയ പാതയിൽ ഇത്തിരി കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തിലെത്തുന്നവരുമുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകും. വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുമുണ്ട്. കുംഭം നിറയെ നെയ്യോ മറ്റോ ഇവിടെ ദാനം ചെയ്യുന്നത്